أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الواحد القهار الصمد الجبار الحمد لله الأحد الغفار الصلاة والسلام على النبي المختار وآله الأبرار وأصحابه الأخيار وأتباعه الأخيار حسبي الله حسبي الله حسبي الله ونعم الوكيل نعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيتها النفس المطمئنة ارجعي إلى ربك راضية مرضية فادخلي في عبادي وادخلي جنتي صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ما رأيتم الله قط إلا والقبر أفضل منه كما قال شفيعنا محمد مصطفى صلى الله عليه وعلى آله وصحابه وأتباعه أجمعين يا زينة الكونين جدلي وافرا يا بهجة الدارين كلي ناصرا يا غافر اللاهسين كلي غافرا جدلي بجودك أرضني برضاك يا سيدي مددي سندي ويا عددي مؤيدي مددي أمدي على شددي سيدي سددي عضدي بلا عددي كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين كن آخذا بيدي خواجة معين الدين
لخمسة نتفي بها غرا وبال حاتما المصطفى والمرتضى وابناهما والفاطمة മാനവനുള്ളിലെ മാണിക്യ കനിനൂറേ മന്നാന്റെ മാതുരെ നീറും കാരുണ്യപ്പൂരേ പാടുന്നു ഞങ്ങളി രാവിയാന വീനൂറേ ഓതുന്നോരായിരം സലാമുകൾ നിധിയോരേ പാടുന്നു ഞങ്ങളി രാവിയാനെ ബീനൂറേ ഓതുന്നോരായിരം സലാമുകൾ നിധിയോരേ പകലോനും പൗർണമി താരകങ്ങളും മങ്ങിലേ മുത്താം നബിയുടെ വജിഹിന്നോറ് തിളങ്ങിലേ ശത്രുക്കൾ പോലും പാദം വാരി പുണർന്നില്ലേ മിത്രങ്ങളായിരം ഇൽമു നേടാനണഞ്ഞില്ലേ ശത്രുക്കൾ പോലും പാദം വാരി പുണർന്നില്ലേ മിത്രങ്ങളായിരം ഇൽമു നേടാനണഞ്ഞില്ലേ ഏറ്റവും സ്നേഹബഹുമാനങ്ങളും ആദരവുകളും നിറഞ്ഞ ഈ മഹനീയ വേദിക്ക് കാരണക്കാരന് ചെറിയ പ്രായം മുതൽ നമ്മുടെ ഈ നാട്ടിലെ നല്ല ദീനീ പ്രവർത്തന മേഖലകളിൽ തന്റെ ജീവനും ജീവിതവും സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളൊക്കെ വളരെ നാളുകൾ കൊണ്ട് നെല്ലായ ഉസ്താദ് എന്ന് വിളിച്ചു വരുന്ന പ്രിയപ്പെട്ട ഗുരുനാഥൻ അവറുകളെ വളരെ മനസ്സിൽ തട്ടുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ ഒത്തൊരുമയുടെയും സുന്നത്ത് ജമാഅത്തിന്റെയും കുടക്കീഴിൽ നാടിനെയും നാട്ടുകാരെയും ദീനീ സ്ഥാപനങ്ങളെയും നിലനിർത്തുന്ന മനോഹരമായ വാക്കുകൾ കൊണ്ടുള്ള ഉപദേശം, അതിലുപരി ഈ സദസ്സിന് അങ്ങനെ ഒരു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു തന്ന ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളെ വളരെ പരിശുദ്ധ ഖുർആനിലെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനോമുകുരത്തിൽ പൊട്ടിവീണ വിഷമത്തെ മാറ്റിയ ഒരത്ഭുതകരമായ സൂറത്ത് ളുഹ ഈ മഹനീയ വേദിയിൽ സമർപ്പിച്ച് ഖിറാഅത്ത് നടത്തിയ ബഹുമാനപ്പെട്ട ഖാരി ഉസ്താദ് അവറുകൾ, പിന്നെ ഈ വേദിയിൽ ഇരിക്കുന്ന പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, സദസ്സിലിരിക്കുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാർ, ഇവിടെ സ്വാഗതം പറഞ്ഞ എന്റെ പ്രിയ സഹോദരൻ, പൊതുപ്രവർത്തന മേഖലകളിൽ അൽഹംദുലില്ലാഹ് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് ദീനീ സ്ഥാപനങ്ങൾക്കും ദീനീ പ്രവർത്തനങ്ങൾക്കും ഒക്കെ മുന്നണിയിൽ നിൽക്കുന്ന ബഹുമാനപ്പെട്ട മരക്കാർ മൗലവി എന്ന പ്രിയ സഹോദരൻ, മുഹമ്മദ് അലി അൻവരി ഉൾപ്പെടെ ഈ സദസ്സിൽ വന്ന മറ്റ് പ്രിയപ്പെട്ട ഷാവുൽ അമീദ് അൻവരി ഉൾപ്പെടെയുള്ള മറ്റു ഉസ്താദുമാർ, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെയും ഇതിന്റെ പരിസര സ്ഥാപനങ്ങളുടെയും അഭ്യുദയകാംക്ഷികളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, പൊതുപ്രവർത്തകർ, സാമ്പത്തികമായും അല്ലാതെയും ഏറെ ഈ സ്ഥാപനങ്ങളെ നെഞ്ചിലേറ്റിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഉമ്മതങ്ങന്മാരെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരങ്ങൾക്ക്, സഹോദരിമാർക്ക് വിശുദ്ധ ഇസ്ലാമിന്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അർപ്പിക്കുകയാണ്.
സർവാധിനാഥനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹനീയമായ വേദിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. മുഹമ്മദിയ വാഫി കോളേജിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ട് എന്റെ പ്രിയ സഹോദരൻ അഹമ്മദ് കബീർ വാഖി ഉസ്താദിനെയും ഈ വിനീതനെയും പ്രസംഗത്തിന് വേണ്ടി ക്ഷണിക്കുകയും കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ ആത്മീയമായ രാജകല പേര് ജീവിക്കുന്ന ബഹുമാനപ്പെട്ട ഗുരുവര്യന്മാരെ കൊണ്ടുവന്ന് ഈ സദസ്സിന് ഇന്നലെ ഒരു വലിയ പരിപാടി നടത്തുകയും ഒക്കെ ചെയ്ത ഒരു അനുഗ്രഹീത വേദിയാണ് അൽഹംദുലില്ലാഹ്. ഇത് അല്ലാഹു തന്ന ആയുസ്സിൽ, അല്ലാഹു തന്ന പ്രഭാഷണ ജീവിതത്തിൽ, അല്ലാഹു തന്ന പ്രസംഗ മേഖലയിൽ ഈ സദസ്സിന്റെ മുന്നിൽ ഈ സ്ഥാപനത്തിനു വേണ്ടി ബഹുമാനപ്പെട്ട ശൈഖുനാ നെല്ലായ ഉസ്താദിന്റെ സമക്ഷത്തിൽ അദ്ദേഹം നെഞ്ചിലേറ്റുന്ന സ്ഥാപനത്തിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ എനിക്ക് അല്ലാഹു തന്ന ഒരു അവസരം എന്റെ ജീവിതത്തിൽ ഒരു വലിയ സൗഭാഗ്യമായി, തൗഫീഖായി ഞാൻ കരുതുകയാണ്. ഒരു യോഗ്യതയും അതിനില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി തിരഞ്ഞെടുത്തതിൽ എത്ര സ്തുതിച്ചാലും, അള്ളാഹുവിന് എത്ര നന്ദി രേഖപ്പെടുത്തിയാലും മതിവരില്ല. അള്ളാഹു പടച്ച തമ്പുരാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ ഒരു വലിയ പറ്റം ഗുരുനാഥന്മാരുടെ പ്രാർത്ഥനയുടെ അകമ്പടിയോടെ ഖബറിലേക്ക് വെക്കാൻ ഈ വിനീതനും ഇവിടെ വന്ന നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീഖ് തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഖബറിനുള്ളിൽ എന്ന വിഷയത്തിലേക്ക് അൽഹംദുലില്ലാഹ് പ്രവേശിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ആയുസ്സിന്റെ പരിസമാപ്തി കുറിച്ച് അവന്റെ ശരീരത്തിൽ നിന്നും ആത്മാവ് അഥവാ റൂഹിനെ വലിച്ചൂരിയെടുത്തതിന് ശേഷം പിന്നീട് ആ ശരീരത്തെ ദുനിയാവിന്റെ തൊലിക്കുപുറത്ത് വെച്ചിരുന്നാൽ നേരത്തോട് നേരം എത്തുന്നതിന് മുമ്പ് തന്നെ ആ ശരീരത്തിൽ നിന്ന് ദുർഗന്ധം പുറത്തേക്ക് വരും എന്ന ഭയത്തോടെ അങ്ങനെ ഒരു ശരീരത്തെ വെക്കേണ്ടി വന്നാൽ ഇന്ന് ഹോസ്പിറ്റലുകളിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള സംവിധാനങ്ങൾ പോലും തോറ്റുപോകുന്ന തരത്തിൽ ആ ശരീരം തന്റെ വൃത്തികെട്ട ദുർഗന്ധത്തെ പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ള ഒരു ഭയം കുടുംബക്കാരുടെ മനസ്സിന് വരെ വല്ലാതെ വേദനിപ്പിക്കുമ്പോൾ ജീവന്റെ ജീവനായി ഇഷ്ടപ്പെട്ട എന്തൊക്കെ സംഭവിച്ചാലും അടർത്തി മാറ്റാൻ കഴിയാത്ത ബന്ധത്തിന്റെ ഉടമസ്ഥരായ ഉപ്പയെ, ഉമ്മയെ, മക്കളെ, കുടുംബത്തെ, സഹോദരങ്ങളെ, ബന്ധുമിത്രാദികളെ മുഴുവനും അള്ളാഹുവിന്റെ പള്ളിയുടെ ചുറ്റുമുള്ള നിറഞ്ഞ കാടുകൾക്കിടയിൽ ഈ ശരീരം കൊണ്ടുപോയി വെക്കാൻ വേണ്ടി എടുത്തിടപ്പെട്ട 6 അടി മണ്ണിന്റെ അകത്തളത്തിലേക്ക് ഈ മയ്യത്തിനെ കൊണ്ടുവച്ചിട്ട് മടങ്ങി വരിക എന്നത് കേവലം ഒരു 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടതോ 2 ദിവസം കൊണ്ട് വായിച്ചു തീർക്കേണ്ടതോ ആ കാസറ്റ് വാങ്ങി വീട്ടിൽ പോയി സുഖലോലുപരായി കിടന്ന് കേട്ട് രസിക്കാനുള്ളതോ ആയ നിസ്സാരമായ സംഭവം അല്ല. വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട നമ്മുടെ ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിലേക്ക് ഞാനും നിങ്ങളും പോയി കിടക്കേണ്ടുന്ന ഖബറ് ഇന്നതിന്റെ രൂപവും അതിന്റെ ഭാവവും അതിന്റെ വലിപ്പവും മുഴുവനും നമ്മുടെ മനസ്സിലേക്ക് നിറഞ്ഞു വരണം. അങ്ങനെ നിറച്ചു വെച്ച ആ ചിന്തയിൽ മനസ്സ് നീറിയിട്ടല്ലാതെ അവിടത്തേക്ക് എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തിട്ടല്ലാതെ ഈ സദസ്സിൽ നിന്ന് ഞാൻ പിരിയില്ല എന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ തീരുമാനമെടുക്കണം. സഹാബികൾ പറയുന്നു, അൻസാരികളിൽപ്പെട്ട ഒരു സഹോദരന്റെ മയ്യത്തും കൊണ്ട് മുത്തായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഞങ്ങൾ യാത്ര ചെയ്യുകയാണ്. ആ മയ്യത്തിനെയും കൊണ്ട് ഞങ്ങൾ ഖബറിന്റെ അരികിലെത്തി.
ആ മയ്യത്തിനെയും കൊണ്ട് ഞങ്ങൾ ഖബറിന്റെ അരികിലെത്തി. ആ മയ്യത്തിന് അല്ലാഹു കൊടുത്ത സൗഭാഗ്യം. ആരാണ് കൂടെ സഞ്ചരിക്കുന്നത്? ആ മയ്യത്തിനെയും ചുമന്നുകൊണ്ട് പോകുന്നത് ആരാണ്? ബഹുമാനപ്പെട്ട മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പിന്നെ പ്രിയപ്പെട്ട സൽക്കർമ്മകാരികളായ സഹാബത്തുമാണ്. ആ മയ്യത്തിനെ കൊണ്ടുപോയി ഖബറിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോ ഖബർ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന, ഖബർ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മയ്യത്തിന്റെ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങൾ പറയുന്നു, മുത്തുനബിയെ, ആ മയ്യത്തിനെ കുറച്ചു നേരം അങ്ങിവിടെ നിന്ന് മാറ്റിവെക്കണം, ഖബറിന്റെ പണി കഴിഞ്ഞിട്ടില്ല. ഫജലസ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖബറിന്റെ ഭാഗത്തിരുന്നു. വജലസിനാ ഹൗല, ഞങ്ങളും ആ മുത്തായ തങ്ങളുടെ ചുറ്റുമിരുന്നു. സഹാബികൾ പറയുന്നു, ആ മയ്യത്തിനെ നിരത്ത് വെച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരുന്നു. ഞങ്ങളും ആ പ്രവാചകന്റെ ചുറ്റും ഇങ്ങനെ ഇരുന്നു. കാരണം മയ്യത്ത് അടക്കുന്നതിന് മുമ്പുള്ള വളരെ പ്രധാനപ്പെട്ട സമയമാണ്. ആ സമയത്ത് മയ്യത്തിനെ നോക്കി, മയ്യത്തിന് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുന്ന ഖബറിലേക്ക് നോക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിനുള്ളിലെ ജീവിതത്തെക്കുറിച്ച് ഒരു നസീഹത്ത്, ഒരു പ്രഭാഷണം തന്റെ പ്രിയപ്പെട്ട സഹാബത്തിന് നടത്തി കൊടുക്കുകയാണ്. ഖബറിനുള്ളിലെ ഒരു പ്രഭാഷണം, ഖബറിനുള്ളിൽ നടക്കാൻ പോകുന്ന അത്ഭുതങ്ങളെ കുറിച്ച്, അതിശയങ്ങളെ കുറിച്ചുള്ള ഒരു പ്രഭാഷണം അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്താൻ പോവാണ്. അന്ന് മുത്തായ തങ്ങളെ നടത്താൻ പോകുമ്പോൾ പ്രവാചകരുടെ മുമ്പിൽ നിന്ന് പ്രിയപ്പെട്ട സഹാബികളുടെ കണ്ണ് നിറഞ്ഞു. ആ കണ്ണുകൾ പുറത്തേക്ക് വന്നു, മുഖത്ത് ഭയം തളം കെട്ടി നിന്നു. ഇന്ന് എന്റെ മുമ്പിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെ പോലെയല്ല, വളരെ ലാഘവത്തോടുകൂടി ഇരിക്കുന്നവരെ പോലെയല്ല, ഖബറിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ച് ഞങ്ങൾ അത്ര കേട്ടതായെന്ന ഗൗരവമില്ലാത്ത ചിന്തയോടെ കൂടി ഇരിക്കുന്നവരെ പോലെയല്ല, വല്ലാത്ത ഭയഭക്തിയോടുകൂടി മനസ്സുവല്ലാതെ ഭയം നിറച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹാബികൾ മുത്തായ തങ്ങളുടെ അതരമുടികളിലേക്ക് ഇങ്ങനെ വീക്ഷണത്തോടുകൂടി കാത്തിരിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, സഹാബികളെ, ഈ മയ്യത്തിനെ ഞങ്ങൾ കൊണ്ടുവന്ന ഖബറിലേക്ക് ഇറക്കി വെച്ച് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും ദാറത്തൻ ഉഖ്റാ എന്ന് പറഞ്ഞു മണ്ണ് വാരിയിട്ട് നമ്മളെല്ലാവരും പിരിഞ്ഞു പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ ഖബറിലേക്ക് രണ്ട് മലക്കുകൾ വരും. ഞാനും നിങ്ങളും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ മദ്രസാ തലത്തിൽ വളരെ ചെറിയ ക്ലാസുകൾ മുതൽ പഠിച്ചിരുന്ന പാഠത്തിലൂടെ നമുക്കറിയാം, ആ ഖബറിന്റെ അകത്തേക്ക് മുൻകർ നക്കീർ അലൈഹിമുസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് മലക്കുകൾ കടന്നു വരുന്നതാണ്. അതിന് വിധങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബികളോട്. അള്ളാഹുവിന്റെ റസൂൽ തന്നെ അത് സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. ഈ രണ്ട് മലക്കുകൾ ഖബറിന്റെ അകത്തേക്ക് കടന്നു വരും. അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവരുടെ രൂപവും അവരുടെ ഭാവവും അവരുടെ ശബ്ദത്തിന്റെ ഗാംഭീര്യതയും അവരുടെ ചോദ്യത്തിന്റെ വലിപ്പവും ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. മുത്തായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മർമ്മപ്രധാനമായ ഭാഗം നിങ്ങളെ ഓർമ്മപ്പെടുത്തി. മനസ്സിന്റെ ഉള്ളറയുടെ ഉള്ളിൽ എവിടെയെങ്കിലും ആ ഖബറിനെ കുറിച്ച് മോശമായ ചിന്ത നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ഗൗരവത്തോടെ, ഏറ്റവും വലിയ വേദനയോടെ ആ ഖബർ ജീവിതത്തെ സന്തോഷത്തിലാക്കാനുള്ള പരിശ്രമത്തോടെ പിരിയാനുള്ള കൊതി കൊണ്ടാ പറയുന്നത്. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറയുന്നു, മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് ആ ഖബറിന്റെ അകത്തേക്ക് കടന്നു വരികയാണ്. സംശയം വേണ്ട പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് മലക്കുകൾ അതിനകത്തേക്ക് കടന്നു വരിക? ഒരു മനുഷ്യന് പോലും കിടക്കാനിടമില്ലാത്ത, തിരിയാനും മലക്കാനും സ്ഥലമില്ലാത്ത ആരുടെ മണ്ണിന്റെ ഉള്ളറയിൽ ഭയാനകരമായ രൂപത്തോടെ രണ്ട് മലക്കുകൾ അങ്ങനെ കടന്നു വരുമെന്ന് ചോദിച്ചാൽ, ഈ സരസിന്റെ ഉള്ളിൽ 1,00,000 മലക്കുകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? 1,000,000 മലക്കുകളുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുമോ? പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് സ്വർഗത്തിന്റെ വേദിയെന്ന് നേടിച്ചുകൊണ്ട് പറന്നിറങ്ങുന്ന കോടിക്കണക്കിന് മാലാഖമാർ അൽഹംദുലില്ലാഹ് ഈ സുന്നത്ത് ജമാഅത്തിന്റെ സ്വർഗീയ വേദിയിൽ നിന്ന് പറന്നിറങ്ങുന്നുണ്ട്. പക്ഷേ അതിന്റെ വലിപ്പവും അതിന്റെ ഗുണനിലവാരവും അറിയാൻ നമുക്ക് സാധിക്കുന്നില്ല. രണ്ട് ഭയാനകരമായ രൂപത്തോടെ രണ്ട് മലക്കുകൾ ആ ഖബറിന്റെ അകത്തേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ പ്രിയപ്പെട്ട മയ്യത്തിനോട്, ഞങ്ങൾ ഇപ്പോൾ അടക്കാൻ പോകുന്ന മയ്യത്തിനോട്, നിന്റെ റബ്ബാരാണ്, നിന്റെ നബിയാരാണ്, നിന്റെ
നിന്റെ കിബില ഏതാണ്, നിന്റെ ഇമാം ഏതാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആ പ്രിയപ്പെട്ട മയ്യത്ത് ഒറ്റയ്ക്ക് കിടക്കുന്നു, പഠിച്ചതൊന്നും ഓർമ്മയില്ല, ജീവിതത്തിൽ ചെയ്തു പോയ അമലുകൾ മാത്രമായി 6 അടി മണ്ണിന്റെ കത്തളത്തിലേക്ക് കടന്നു ചെല്ലുകയാ. ചെയ്തുപോയ അമലുകളല്ലാതെ, ചെയ്തുപോയ പ്രവർത്തനങ്ങളല്ലാതെ ഒന്നുമില്ലാതെ 6 അടി മണ്ണിന്റെ കത്തളത്ത് ആ പ്രിയപ്പെട്ട മയ്യത്ത് ചെന്ന് കിടക്കുമ്പോ ഈ മലക്കുകൾ വന്നിട്ട് മൻ റബ്ബുക, നിന്റെ റബ്ബാരാണെന്ന് ചോദിക്കുമ്പോൾ ആരോരുമില്ലാത്ത ഇരുട്ടറയിൽ കിടന്നുകൊണ്ട് അല്ലാഹു റബ്ബി, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞാൽ, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറഞ്ഞാൽ, എന്റെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറഞ്ഞാൽ, ഖുർആൻ ഇമാമി, എന്റെ ഇമാം പരിശുദ്ധ ഖുർആനാണെന്ന് പറഞ്ഞാൽ, വൽ കഅബതു ഖിബ്ലതി, എന്റെ ഖിബ്ല കഅബയാണ്, കഅബയാണ് എന്റെ ഖിബ്ല എന്ന മറുപടി പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത്, അള്ളാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് പുഞ്ചിരി വിടരുകയാണ്. മുത്തായ തങ്ങൾ പറയുന്നു, സഹാബികളെ, ആ പ്രിയപ്പെട്ട മയ്യത്തിന്റെ അടുത്ത് നിൽക്കുന്ന മലക്കുകളോട് അള്ളാഹു പറയുമത്രേ, വഫ്രിശൂ ലഹു മിൻ ഫിറാസിൽ ജന്ന, വേണ്ട, ആ മയ്യത്തിനെ മണ്ണിൽ കിടത്തരുത്, ആ മയ്യത്തിനെ മണ്ണിൽ കിടത്തരുത്, ആ മയ്യത്തിന് മണ്ണിൽ കിടക്കാനുള്ളതല്ല, ആ മയ്യത്തിന് വിരിച്ചു കൊടുക്കാൻ ആ വിരിപ്പ് കൊടുത്തേക്കുകയാ, ആ മയ്യത്തിന് വിരിക്കാൻ ആ സ്വർഗത്തിന്റെ വിരിപ്പ് കൊടുത്തേക്കുകയാ, ആ മയ്യത്തിനെ ഒരിക്കലും മണ്ണിൽ കിടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ വിരിപ്പ് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട മാലാഖമാര് ആ പ്രിയപ്പെട്ട മയ്യത്തിന്റെ ശരീരം ഉയർത്തിയിട്ട് ആ വിരിപ്പിലേക്ക് ആ മയ്യത്തിനെ കിടത്തുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുമാർ, പെങ്ങന്മാർ, പാവപ്പെട്ട സാധുക്കളായ നമ്മൾ 7 മണിക്ക് ഈ ഗ്രൗണ്ട് നിറഞ്ഞുവെന്ന് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, അൽഹംദുലില്ലാ, നമ്മളൊക്കെ ചെന്ന് കിടക്കുമ്പോൾ അല്ലാഹുവിന്റെ സുഖലോലുപ സ്വർഗലോകത്ത് വിരിപ്പ് കൊണ്ടുവന്ന് അതിൽ കിടക്കാനുള്ള മഹാഭാഗ്യം ഈ മഹനീയമായ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് തരുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അങ്ങനെ ആ മറുപടി കൊടുത്ത മയ്യത്തിനെ മലക്കുകൾ എടുത്ത് ഇങ്ങനെ ഉയർത്തുകയാണ്. നമ്മുടെ ഉപ്പയെ, നമ്മുടെ ഉമ്മയെ, നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരെ പച്ചമണ്ണിൽ കൊണ്ടുപോയി അടക്കിയിട്ട് നമ്മളെല്ലാം തിരിച്ചു പോകുന്നവരാണ്. പക്ഷെ അവിടെ ഉമ്മയുടെ ഉപ്പയുടെ കുടുംബത്തിന്റെ മയ്യത്തിനെ ഇങ്ങനെ എടുത്തുയർത്തുകയാണ്. സ്വർഗത്തിന്റെ വിരിപ്പ് കൊണ്ടുവന്ന് വിരിച്ചിട്ട് ആ വിരിപ്പിലേക്ക് ആ മയ്യത്തിനെ എടുത്ത് കിടത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിനോട് പറയുന്നു, അല്ല വിളിച്ചു പറയും അത്രേ, സ്വർഗത്തിന്റെ വാതിൽ ആ 6 അടി മണ്ണാകുന്ന ഖബറിന്റെ കത്തളത്തിലേക്ക് തുറന്നു കൊടുക്കുക. ആരും സഹായത്തിനില്ലാതെ ഇരുട്ടറയിൽ കിടന്ന് വളരെ വേദനയോടെ പ്രയാസപ്പെട്ട് കഴിയുന്ന നിനക്ക് ഇതിനൊക്കെ നീ മറുപടി കൊടുത്തു പോയാൽ, ചോദ്യങ്ങൾ ഇത് മാത്രമല്ല, പക്ഷേ പഠിക്കുന്നതിനും ഭയപ്പെടുത്തുന്നതിനും മുന്നറിയിപ്പുകൾ തരുന്നതിനും വേണ്ടി ഈ ചോദ്യങ്ങളെയാണ് കിതാബിന്റെ ഉള്ളറകളിൽ മഹാന്മാർ നമുക്ക് രേഖപ്പെടുത്തി തന്നിട്ടുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബിയ, അല്ലാഹുവിന്റെ റബ്ബാണ്, ഖുർആനിന്റെ ഇമാമാണെന്നൊക്കെ പറയുന്നവർക്ക് സ്വർഗത്തിന്റെ വാതിൽ 6 മണ്ണിന്റെ കത്തളത്തിലേക്ക് തുറന്നു കൊടുക്കുകയാണ്. ഇളം തന്നെ ഇങ്ങനെ അടിച്ചു വീശുകയാ. സ്വർഗത്തിന്റെ സുഗന്ധം പരത്തുന്ന മന്ദമാരുതൻ ആ ഖബറിന്റെ കത്തളത്തിലേക്ക് ഇങ്ങനെ അടിച്ചു വീശുകയാണ്. എന്തോ ഒരു സുഖമായിരിക്കും പ്രിയപ്പെട്ടവര്. കുടുംബത്തെ മറന്ന സങ്കടം തീരാൻ, ബന്ധുക്കളെ മറന്ന സങ്കടം തീരാൻ ആ ഖബറിന്റെ ഉള്ളറയിൽ എല്ലാവരും ആനന്ദ നിർവൃതി അൽഹംദുലില്ലാ ഉല്ലസിക്കാൻ കഴിയുന്നതാ. ഇതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുകയാണ്. ചെറിയ ഒരു കൊള്ളിക്കഷണം മുത്തായ തങ്ങൾ കയ്യിലെടുക്കുന്നു. എന്നിട്ട് ആ മണ്ണിൽ ഇങ്ങനെ ആ കൊള്ളിക്കഷണം കുത്തുകയാണ്. അതൊടിഞ്ഞു വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നയനങ്ങൾ നിറഞ്ഞ് കണ്ണുനീർ തുള്ളികൾ ഇങ്ങനെ പൊട്ടി ഒഴുകുകയാണ്. സഹാബികൾ ചോദിക്കുന്ന നബിയെ, സന്തോഷത്തോടുകൂടി ഖബറിന്റെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്ന നബിയെ, വളരെ സന്തോഷത്തോടുകൂടി ആ മയ്യത്ത് കൊടുക്കുന്ന മറുപടിയും അതിന് പകരം അല്ലാഹു കൊടുക്കുന്ന സമ്മാനവും ഖബറിനുള്ളിലെ സമ്മാനവും പറഞ്ഞുകൊണ്ടിരുന്ന നബിയെ, എന്തുകൊണ്ടാണ് അവിടുന്ന് പെട്ടെന്ന് കരഞ്ഞിറന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട സഹാബത്തിന്റെ മുഖത്ത് നോക്കിയിട്ട് പറയുകയാണ്, ആ ഖബറിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അടുത്ത ഏതാനും സെക്കൻഡുകൾ കഴിയുമ്പോ ഈ കിടക്കുന്ന മയ്യത്തിനെ കൊണ്ടിറക്കി വെക്കുന്ന ആ പച്ചമണ്ണാകുന്ന 6 മണ്ണ് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കിടന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയുന്ന ഖബറിന്റെ അദാബിനെ തൊട്ട് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിച്ചു കൊള്ളുക. ഖബറിന്റെ അദാബിനെ തൊട്ട് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിച്ചു കൊള്ളുക. ഒരൽപ്പം ഭയം പോലും മനസ്സിന്റെ അകത്ത് വരാറ് മാരാരമംഗലത്തിന്റെ പാടം നിറഞ്ഞു കവിഞ്ഞ ഈ ജനസാഗരത്തിനോട് ഞാൻ വേദനയോടുകൂടി ഓർമ്മപ്പെടുത്തുകയാ. ഇന്ന് നേരം പറഞ്ഞിട്ട് ഈ സമയമായി ഏതെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോ, സംസാരിക്കുമ്പോ, നിസ്കാരം ഒഴിവാക്കുമ്പോ, തമാശ പറയുമ്പോ, പൊട്ടിച്ചിരിക്കുമ്പോൾ, ഹറാമ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും നിന്റെ മനോമുഖരത്തിന്റെ ഉള്ളറയിൽ എവിടെയെങ്കിലും
നീ പോയി കിടക്കേണ്ടുന്ന ഖബറിന്റെ ചിത്രവും ചിന്തയും എന്റെ പ്രിയമുള്ളവരെ കടന്നു വന്നിട്ടുണ്ടോ? ഈ ഖബറിന്റെ അദാബിൽ നിന്ന് അല്ലാഹുവിനോട് നിങ്ങൾ കാവൽ ചോദിച്ചു കൊള്ളുക. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരയാൻ സഹാബികൾ പറഞ്ഞു, നബിയെ എവിടെ എന്തിനാ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുകയാ, മലക്കുകൾ വന്ന് ചോദ്യം ചോദിക്കുമ്പോൾ വ്യക്തമായ മറുപടി കൊടുക്കുന്നവർക്ക് മാത്രമാണ് സ്വർഗത്തിന്റെ വിരിപ്പ് അല്ലാഹു കൊടുത്തു വിടുക. സ്വർഗത്തിന്റെ വാതിൽ അല്ലാഹു തുറന്നു തരിക. സ്വർഗത്തിന്റെ സുഖവും സന്തുഷ്ടിയും സംതൃപ്തിയും അല്ലാഹു ആരുടെ മണ്ണിന്റെ അകത്തിളത്തതെന്ന് അതിനെ വിശാലമാക്കി തരുന്നത് ഇത് ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായ മറുപടി ധൈര്യത്തോടെ ഈമാനിന്റെ പവറോട് കൊടുക്കുന്നവർക്കാണ്. എല്ലാവർക്കും ആ മറുപടി കൊടുക്കാൻ കഴിയില്ല, എല്ലാവർക്കും ആ മറുപടി കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരയുകയാണ്. സഹാബികൾ ചോദിക്കുന്നു, നബിയേ ആ മറുപടി കൊടുക്കാൻ കഴിയാത്തതെന്താ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ദുനിയാവിൽ അല്ലാഹു തന്ന അനുഗ്രഹങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങി, ദുനിയാവിൽ അല്ലാഹു തന്ന സൗഭാഗ്യങ്ങൾ മുഴുവനും ഏറ്റുവാങ്ങി, ദുനിയാവിൽ അല്ലാഹു ഒരുക്കി തന്ന സർവ്വ അനുഗ്രഹങ്ങളും അനുഭൂതികൾ എന്ന് പറഞ്ഞ് നന്ദി കെട്ടവരായി ജീവിച്ചവർക്ക് ആ ഖബറിന്റെ അകത്ത് കിടന്ന് മറുപടി പറയാൻ പറ്റുമോ? എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ളുഹറവിടുന്ന നമസ്കരിച്ചത്, അശ്റവിടുന്ന നമസ്കരിച്ചത്, സുബഹി എങ്ങനെയാ നമസ്കരിച്ചത്, മഗ്രിബിടുന്ന നമസ്കരിച്ചത്, മനസ്സിന്റെ അകത്തുനിന്ന് കണക്ക് കൂട്ടി നോക്കണം. അല്ലാഹു പടച്ചതമ്പുരാൻ ഇന്ന് വരെ നിനക്ക് വേണ്ടി കണക്ക് നോക്കാതെ വാരിക്കോരി തന്ന അനുഗ്രഹത്തിന് പകരമായിട്ട് അൽഹംദുലില്ലാഹ് പറയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ആ നിനക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുക? എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാൻ പറ്റുമോ? മഗ്രിബ് നിസ്കാരത്തിന്റെ ബാങ്ക് മുഴങ്ങുമ്പോ ചാനലുകൾക്ക് മുന്നിൽ ഇരുന്നുകൊണ്ട് വാതിറന്ന് പൊട്ടിച്ചിരിക്കുന്ന മാരാരമംഗലത്ത് വന്ന പ്രിയപ്പെട്ട പെണ്ണ്, അല്ലാഹു റബ്ബി എന്ന് പറയാൻ നിനക്ക് പറ്റുമോ? അള്ളാന്റെ പള്ളിമുരാരത്തിലൂടെ ബാങ്ക് വിളങ്ങുമ്പോ കാൽപന്ത് കളിയുടെ ഹരമിങ്ങനെ തലച്ചോറിലേക്ക് കടന്നു വന്നിട്ട് മാസ്മരികമായ ശക്തിയോടുകൂടി കാൽപന്ത് കളിക്കുന്നവന്റെ ഫ്ലക്സ്ബോർഡ് ഉയർത്തി കാണിച്ചുകൊണ്ട് ആ സ്റ്റേഡിയത്തിൽ നിന്നുകൊണ്ട് തക്ബീർ വിളിക്കുമ്പോ അള്ളാന്റെ പള്ളിമുരാരത്തിലൂടെ വിളങ്ങി കേൾക്കുന്ന ബാങ്കിന്റെ മറുപടി കൊടുക്കോ? സമയമില്ലാത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സമയമില്ലാത്ത പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, IPL-ലും CCL-ലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമസ്കാരങ്ങളെ നഷ്ടപ്പെടുത്തി കളാക്കിയിട്ട് ജീവിതത്തെ ആസ്വദിക്കുന്ന പ്രിയപ്പെട്ട സഹോദര, അല്ലാഹു റബ്ബി എന്ന് പറയാൻ നിനക്ക് ചങ്കൂറ്റമുണ്ടോ? എപ്പോഴാ? ഇപ്പോഴീ സരസിലിരുന്നു കൊണ്ട് പറയാൻ നിനക്ക് കഴിയുന്നതാണ്. ഇപ്പോഴീ സരസിലിരുന്നു കൊണ്ട് പറയാൻ നിനക്ക് കഴിയുന്നതാ. നിന്നെ കുളിപ്പിച്ച് പൊരിഞ്ഞ് അള്ളാന്റെ പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ, 6 മണ്ണിന്റെ അകത്തളത്ത് കൊണ്ടുവെക്കുമ്പോ, ആ കബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് അല്ലാഹു റബ്ബി എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാൻ നിനക്ക് കഴിയുമോ എന്ന് നീ ആലോചിക്കുക. എന്റെ റബ്ബ് പടച്ചോനാണെന്ന് പറയാൻ നിനക്ക് കഴിയുമോ? ദുനിയാവിൽ ആരായിരുന്നടാ നിന്റെ റബ്ബ്? ദുനിയാവിൽ ആരായിരുന്നു പൊന്നുപോലെ നിന്റെ റബ്ബ്? എത്രയോ പേക്കോലങ്ങൾ കെട്ടിയവരെ കെട്ടി എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ആരായിരുന്നു ദുനിയാവിൽ നിന്റെ സംരക്ഷകൻ? ആരായിരുന്നു ദുനിയാവിൽ നിന്റെ പടച്ചവൻ? അല്ലാഹു റബ്ബി എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് പറയാൻ നിനക്ക് കഴിയോ? തലമറച്ച് മൊത്തയിട്ട് പറതയിട്ട് ഈ സരസിൽ വന്നിരുന്നുകൊണ്ട് ഖബറിന്റെ അത്ഭുതമറിയാ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട മാരായ മംഗലത്ത് വന്ന പെങ്ങളെ, അല്ലാഹു ആണ് റബ്ബെന്ന് പറയാൻ നിനക്ക് പറ്റുമോ? എത്ര വക്കത്ത് നിസ്കാരം നിനക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇരിക്കട്ടെ, രണ്ടാമത് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മുത്തുനബി നമ്മുടെ നബിയാണെന്ന് ഖബറിന്റെ അകത്ത് കിടന്നുകൊണ്ട് പറയാറുണ്ട്. മാരായ മംഗലത്ത് വന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് കഴിയുമോ അല്ലാഹുവിന്റെ റസൂലിന്റെ നബിയാണെന്ന് സന്തോഷത്തോടെ പറയാൻ? അല്ലാഹുവിന്റെ റസൂലിന്റെ നബിയാണെന്ന് പറയാ എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് കഴിയോ? എത്രയോ പ്രാവശ്യം മുത്തു റസൂലിന്റെ പേര് ഞാൻ ഈ സ്വർഗത്തിന്റെ വേദിയിരുന്നു കൊണ്ട് പറയുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാ. രണ്ടാമതൊന്ന് ആലോചിക്കാൻ സമയം കണ്ടെത്തുന്ന ചെറുപ്പക്കാരാ, ഞാനിങ്ങനെ കൈയൊന്ന് ഉയർത്തുമ്പോ മാത്രം സ്വലാത്തിന് ശബ്ദം കൂട്ടുന്ന ചെറുപ്പക്കാരാ, ഞാനിങ്ങനെ കൈയൊന്ന് ഉയർത്തുമ്പോ മാത്രം സ്വലാത്തിന് ശബ്ദം കൂട്ടുന്ന ചെറുപ്പക്കാരാ, പറയാൻ പറ്റോ നിനക്ക് എന്റെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയാൻ പറ്റോ? എന്റെ പെങ്ങളെ, നേരം പുറന്നിട്ട് ഇത്രയും സമയമായി എത്ര സലാത്ത് ചൊല്ലി പെങ്ങളെ, ഫസാദ് പറഞ്ഞ ഈബത്ത് പറഞ്ഞ പാട്ട് പാടിയ തമാശ പറഞ്ഞ പൊട്ടിച്ചിരിച്ചതിന്റെ നാവിൻ തുമ്പ് കൊണ്ടൊരു സലാത്ത് നിന്റെ ഹബീബിന് ചൊല്ലാൻ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എന്റെ പ്രിയമുള്ളവരെ, അവിടെയാണ് നമുക്ക് അല്ലാഹു എന്റെ റബ്ബെന്ന് പറഞ്ഞിട്ട് മുത്തുനബി എന്റെ പ്രവാചകരെന്ന് പറയാൻ പറ്റുമോ?
ആലോചിക്കണം നിങ്ങൾ. കഴിഞ്ഞ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ 27-ാം രാവിൽ കഴിഞ്ഞ പരിശുദ്ധ റമദാൻ മാസത്തിന്റെ 27-ാം രാവിൽ ചന്ദനത്തിരി കൊണ്ട് അടയാളപ്പെടുത്തിയ പരിശുദ്ധ ഖുർആൻ എത്ര നാളായി പെങ്ങളെ ഒന്ന് തൊട്ടു നോക്കിയിട്ട്. അന്ന് മടക്കി വെച്ചതല്ലേ പരിശുദ്ധ ഖുർആൻ, അന്ന് മടക്കി വെച്ചതല്ലേ പരിശുദ്ധ ഖുർആൻ. എവിടെ എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വീടിന്റെ അലമാരയുടെ അകത്തളത്ത് ആ ഖുർആൻ അടുക്കി വെച്ചിരിക്കുമ്പോ ആ പരിശുദ്ധ ഖുർആൻ ഒന്ന് നിവർത്തി നോക്കാൻ നേരമില്ലാതെ ദുനിയാവിന്റെ തിരക്കിന് പിന്നാലെ വാലാട്ടി നടക്കുമ്പോ എന്റെ പെങ്ങളെ, ഖുർആനു ഇമാമി, എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറയാൻ നിനക്ക് ധൈര്യമുണ്ടോ? 6 മണ്ണിന്റെ അകത്തളത്ത് പള്ളിപ്പറമ്പിൽ കുറ്റാങ്കുറ്റിരുട്ടില് ആരും പറഞ്ഞു തരാനില്ലാത്ത, ആരും സഹായിക്കാനില്ലാത്ത, നമ്മളോടൊപ്പം ജീവിച്ചിരുന്ന സഹകരിച്ചിരുന്ന എത്രയോ ആളുകളെ കൊണ്ടുവന്നടക്കി നമ്മള്, എത്രയോ ആളുകളെ കൊണ്ടുവന്നടക്കി നമ്മള്. അള്ളാഹുവിനെ സാക്ഷി നിർത്തിയിട്ട് പറയാൻ നിങ്ങൾക്ക് പറ്റോ എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറയാൻ പറ്റോ? പ്രസിദ്ധീകരണത്തിന്റെ മടിത്തട്ടിൽ കിടന്ന് മയങ്ങിപ്പോകുന്ന മഹിളകളായി സമുദായത്തിന്റെ പെൺകുട്ടികൾ അതപ്പതിച്ചുകൊണ്ടിരിക്കുമ്പോ പെണ്ണെ ഇതാ റമദാൻ എടുത്തെത്തിയിരിക്കുകയാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയ മാസമായ പരിശുദ്ധ റമദാൻ തൊട്ടടുത്തെത്തി നിൽക്കുകയാണ് പെങ്ങളെ. കൈകൊണ്ട് തൊട്ടിട്ടെത്ര നാളായി ചിന്തിക്കണം. 6 മണ്ണിന്റെ അകത്തളത്ത് കിടന്നുകൊണ്ട് വൽ ഖുർആനു ഇമാമി, എന്റെ ഇമാമ് ഖുർആനാണെന്ന് പറയാൻ നിനക്ക് പറ്റോ? മുത്തായുധങ്ങൾ പൊട്ടിക്കെട്ടുകയാണ്. ഈ മറുപടി കൊടുക്കാൻ കഴിയാത്തവര്, ഈ മറുപടി കൊടുക്കാൻ കഴിയാത്തവര്, ഈ മറുപടി കൊടുക്കാൻ കഴിയാത്തവര്, അവർക്ക് സ്വർഗത്തിന്റെ വിരിപ്പില്ല, അവർക്ക് സ്വർഗത്തിന്റെ കവാടമില്ല, അവർക്ക് സ്വർഗത്തിന്റെ സുഖമില്ല, അവർക്ക് സ്വർഗത്തിന്റെ രസമില്ല. പിന്നെ എന്താണ് ആ കബറിനുള്ളിൽ അള്ളാഹു കൊടുക്കുന്നതെന്നറിയോ? പിന്നെ എന്താണ് ആ കബറിനുള്ളിൽ അള്ളാഹു കൊടുക്കുന്നതെന്നറിയോ? മുത്തായതങ്ങൾ പൊട്ടിക്കരന്നുകൊണ്ട് പറയുകയാണ്, നരകത്തിന്റെ കനൽക്കട്ടകൾ കൊണ്ടുവന്ന് വെക്കുകയാണ്, നരകത്തിന്റെ കനൽക്കട്ടകളെ കൊണ്ടുവന്ന് വെക്കുകയാണ്. അല്ലാഹുവേ, ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന്റെ തലേ ദിവസം പള്ളിയിൽ ഇശാ നിസ്കാരം കിടന്ന് വിത്ര നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറന്നു വീണുപോയ പാറന്നൂർ ഉസ്താദ്, അവരൊക്കെ സ്വർഗത്തിന്റെ വിരിപ്പിലല്ലേ കിടന്നുറങ്ങുന്നത്? അവരൊക്കെ സ്വർഗത്തിന്റെ വിരിപ്പിലല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ കിടന്നുറങ്ങുന്നത്? പാവപ്പെട്ട നമ്മുടെ അവസ്ഥ എന്താ? നമ്മുടെ അവസ്ഥ എന്താ? സഹാബികൾ ഒന്നടങ്കം പൊട്ടിക്കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബികളെ, എന്റെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയാൻ 6 മണ്ണിന്റെ അകത്തളത്ത് ആർക്കാണ് കഴിയുന്നതെന്നറിയോ? ഒരു പരിസ്നേഹം പോലും അല്ലാഹുവിനോടല്ലാതെ അല്ലാഹുവിനേക്കാൾ മറ്റുള്ളവരോട് കൊടുത്തവർക്ക് കഴിയില്ല. അല്ലാഹുവിനെ അല്ലേ നമ്മൾ സ്നേഹിക്കേണ്ടത്? ആ പടച്ചവനല്ലേ നമ്മൾ വണങ്ങേണ്ടത്? ആ സൃഷ്ടാവിനല്ലേ നമ്മൾ സുജൂദ് ചെയ്യേണ്ടത്? അങ്ങനെ വരുമ്പോഴല്ലേ ആരോരുമില്ലാത്ത ഇരുട്ടറയിൽ കിടന്നുകൊണ്ട് എന്റെ റബ്ബല്ലോ എന്ന് പറയാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആർക്കാണ് അതിന് കഴിയുക? വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ടതാ. ഇന്ന് ഞാൻ മരിച്ചാൽ പ്രസംഗവും ഫ്ലെക്സ് ബോർഡും പ്രചരണങ്ങളും ആവേശവും ഒക്കെ എല്ലാം അവസാനിച്ച് നാളെ മുതലുള്ള പരിപാടിക്കാർക്കൊക്കെ സങ്കടമായി. ഈ വിനീതൻ ഇന്ന് മരണപ്പെട്ട നാളെ പകലടക്കിയാൽ എന്റെ പ്രവർത്തനങ്ങളുമായിട്ടാണ് ഞാൻ ഖബറിലേക്ക് പോവുക. എന്നോടൊപ്പം എന്റെ സുഹൃത്തുക്കൾ, എന്റെ കൂട്ടുകാർ, എന്റെ ബന്ധുക്കൾ ആരും വരില്ല. ഞങ്ങളും കൂടെ വരാം. പരിഹാരമുണ്ടാക്കാൻ ഒരാളും ഇന്ന് വരെ വന്ന ചരിത്രമില്ല. ഒറ്റയ്ക്ക് തന്നെ പോയേ പറ്റൂ. അത് സ്വന്തം, അത് നമ്മൾ ഉറപ്പിക്കണം. നമുക്ക് ഇപ്പോഴും പലർക്കും സംശയമുണ്ട്. നമ്മുടെ മക്കൾ കൂടെ വരും, ഭാര്യ കൂടെ, ആരും വരില്ല. ഒറ്റയ്ക്കാണ് എന്ന് നമ്മൾ ഉറപ്പിക്കണം. എന്തായാലും നിർബന്ധമാണ് നമ്മുടെ ശരീരം അവിടെ കൊണ്ടുവെക്കുക എന്നത്. ഒരു സംശയവും ആ കാര്യത്തിൽ വേണ്ട. എന്റെ ശരീരം അവിടെ കൊണ്ടുവെക്കുക എന്നത് നിർബന്ധമാണ്. എന്റെ ഈ 2 കണ്ണുകൾ കൊണ്ട് അസ്രായിലിനെ കാണുക എന്നത് നിർബന്ധമാണ്. ഇതൊക്കെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്ക് അനുഭവിക്കുന്നതാ. പങ്കുകാരാരുമില്ലാതെ ഒറ്റയ്ക്ക് ഞാൻ ഇതൊക്കെ ഒരു നാൾ അനുഭവിച്ചേ മതിയാവൂ. അത് എന്റെ ശരീരം അത് ആസ്വദിക്കേണ്ടതാണ്, അനുഭവിക്കേണ്ടതാണ്. നല്ല രീതിയിലാക്കണോ മോശമായ രീതിയിലാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ.
ഏത് രീതിയിൽ വേണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ ഖബറിനകത്ത് കിടക്കാൻ തൗഫീഖ് തരട്ടെ. ഉസ്താദുമാരും തങ്ങന്മാരും പഠിച്ചവരും പഠിക്കാത്തവരും ഹാഫിളീങ്ങളും മുതഅല്ലിമീങ്ങളും ആലിമീങ്ങളും എല്ലാവരും മൈക്ക് റിപ്പയർ ചെയ്യുന്നവരും വീഡിയോ റെക്കോർഡ് ചെയ്യുന്നവരും സ്ക്രീൻ വെക്കുന്നവരും പൈസ കൊടുക്കുന്നവരും കൊടുക്കാത്തവരും പോസ്റ്റർ ഒട്ടിക്കുന്നവരും സംഘാടകരും ബക്കറ്റ് കടച്ച് നടത്തുന്നവരും ചെറുതും ചെറിയ കുട്ടികളും വലിയ ആളുകളും എല്ലാവരും പോയത്. അത് പറയുന്നയാളോ അല്ലെങ്കിൽ കേൾക്കുന്ന കുറച്ചാളുകളോ സുഖമില്ലാതെ കിടക്കുന്ന ആളുകളോ അങ്ങനൊന്നുമല്ല. എല്ലാവരും അതനുഭവിച്ചേ പറ്റൂ. അതെനിക്ക് നിർബന്ധമാണല്ലോ. അല്ലാഹ് എന്റെ പ്രവർത്തനങ്ങളുമായി ആരുടെ മണ്ണിൽ ഞാൻ വരുമ്പോൾ പങ്കുകാരായി ആരും വരില്ലല്ലോ അല്ലാഹ് എന്നുറപ്പിച്ച് തീരുമാനിക്കണം. പക്ഷേ എന്തുകൊണ്ട് ആ ചിന്ത നമ്മുടെ മനസ്സിന്റെ അകത്തിരിക്കുന്നില്ല? അല്ലാഹുവിന്റെ റസൂൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തതാ, ലോകാവസാനം വരുന്നതിന് തൊട്ട് മുമ്പിൽ വരുന്ന ചില ജനങ്ങൾ അവരുടെ സ്വഭാവങ്ങൾ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാ, യുഹിബ്ബൂനൽ ഖുസൂറോ വയൻസൂനൽ ഖുബൂറോ. കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്, ഖബറുകളെ മറന്നു പോകുന്നവരാണ്. കൊട്ടാരങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണ്, ഖബറുകളെ മറന്നു പോകുന്നവരാണ്. അല്ലാഹുവേ, നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഖബറിനെ ഓർമ്മയുണ്ടെങ്കിൽ, ഖബറിനെ കുറിച്ചുള്ള ചിന്തയുണ്ടെങ്കിൽ സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾക്ക് സാധിക്കുമോ? സന്തോഷത്തോടെ കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കുമോ എന്റെ പ്രിയപ്പെട്ടവരെ? അല്ലാഹു പടച്ചതമ്പുരാന്റെ റസൂല് പറയുകയാ, യുഹിബ്ബൂനൽ ഖുസൂറ, രാജകൊട്ടാരങ്ങളെ മണിമാളിക സൗധങ്ങളെ ഇഷ്ടപ്പെടുന്നവരാണവർ. ഓ യൻസൂനൽ ഖുബൂറ, അവര് ഖബറുകളെ മറന്നു പോകുന്നവരാണ്. അവര് ഖബറുകളെ മറന്നു പോകുന്നവരാണ്. അവര് ഖബർ ജീവിതത്തെ മറന്നു പോകുന്നവരാണ്. എന്തുകൊണ്ടാ? സുഖവും രസവും ഒരുപാട് അധികമാകുമ്പോ പിന്നെ എന്തിനാ മതപ്രസംഗം? പിന്നെ എന്തിനാ അറബി കോളേജ്? പിന്നെ എന്തിനാ ദർസുകൾ? പിന്നെ എന്തിനാ ഉസ്താദുമാര്? ദുനിയാവിന്റെ പിന്നാലെ ഓടുമ്പോ എന്തിനാണ് ജീവിതത്തിന്റെ ആത്മീയമായ അനുഭൂതിയുടെ രസമറിയാതെ ദുനിയാവിന്റെ പിന്നാലെ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. ആ ഒരു വിഭാഗമായ എന്റെ സഹോദരങ്ങളെ നിങ്ങൾ മാറരുത്. ആ ഒരു വിഭാഗമായ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മാറരുത്. അൽ ഖബറു മൻസിലും മിൻ മനാസിലിൽ ആഖിറോ. പരലോക ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്വീകരണ സ്ഥലം ഖബറാണ്. പരലോക ജീവിതത്തിന്റെ ഒന്നാമത്തെ സ്വീകരണ സ്ഥലം ഖബറാണ്. തൃശൂർ ജില്ലയുടെ മണലി എന്ന് പറയുന്ന ഒരു സ്ഥലം, ആ മണലി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ സഹോദരങ്ങളെ ഞാൻ പ്രസംഗത്തിന് പോയപ്പോ അവിടുത്തെ സംഘാടകര് പറഞ്ഞതാ, ആത്മാവിന്റെ നൊമ്പരങ്ങളെന്ന പ്രസംഗം കേട്ടുകൊണ്ട് 10-20 വയസ്സിനകത്ത് പ്രായം വരുന്ന ഒരു പെൺകുട്ടിയുടെ മാനസിക നില പറ്റിപ്പോയിരിക്കുകയാണ്. എവിടെ ഉഷാദ് വാക്കയുടെ പോസ്റ്റർ കണ്ടാലും ഇന്ന് വലിച്ചു കീറുകയാ. വീട്ടിന്റെ കത്ത് കിടക്കുമ്പോ എവിടെയെങ്കിലും വാഹനത്തിലൂടെ ഉഷാദ് വാക്കവ വരുന്നെന്ന് പറഞ്ഞാൽ ചീത്ത വിളിക്കുകയാ. വാപ്പയോട് ഉമ്മയോട് കുടുംബത്തിനോട് സംസാരിക്കേണ്ടത് എങ്ങനെയെന്നറിയാതെ സമനില തെറ്റിപ്പോയിരിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുന്ന റൂഹുണ്ടല്ലോ, ആ റൂഹ് തിരിച്ചു തന്റെ ശരീരത്തിനോട് സങ്കടത്തോടെ പറയുന്ന കുറെ ഗൗരവമുള്ള കാര്യങ്ങളാണ് ആത്മാവിന്റെ നൊമ്പരമെന്ന കാസറ്റിലൂടെ പറഞ്ഞുകൂടപ്പെട്ടുള്ളത്. അല്ലാഹുവേ, അത് മാത്രം ഇങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ഗൗരവത്തോടെ കേട്ടുകൊണ്ട് ചിന്തിച്ച് വിഷമം വന്നപ്പോ ആ മാനസികം നിലപറ്റിപ്പോയെന്ന് അവരുടെ ബന്ധുമിത്രാദികൾ പറഞ്ഞ് ഒരുപാട് ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോ എന്റെ മുമ്പിൽ വന്നിരിക്കുന്നവര് നമ്മുടെ മാനസികാവസ്ഥയുണ്ടോ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മിടിപ്പിലിരിക്കുന്ന ഹാൻസ് കയ്യിലെടുപ്പിട്ട് ചുണ്ടിനടിയിൽ വെക്കോ. ധൈര്യം കാണിക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോഴും സദസ്സിൽ വന്നിരിക്കുന്ന മാരാരമംഗലത്തെ കാമുകിക്ക് മിസ്കോറടിക്കോ. മനസ്സ് കാണിക്കുന്ന മനസ്സ് മരിച്ചുപോയ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോ, ഇത് കേട്ടുകഴിഞ്ഞാൽ പകലും രാത്രിയുമല്ല ഹറാമുകൾക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കാ. മനസ്സ് കാണിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ വേദനയോടുകൂടി സഹാബത്തിനോട് പറഞ്ഞതാ, എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്ന, എല്ലാ സന്തോഷങ്ങളെയും അവസാനിപ്പിച്ചു കഴിയുന്ന മരണത്തിന്റെ ചിന്ത നിങ്ങൾ കൊണ്ടുവന്നുകൊള്ളുക.
മരണത്തിന്റെ ചിന്ത നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവന്നു കൊള്ളുക. ഇന്ന് ഞാനിവിടെ പ്രസംഗത്തിന് വരാൻ നേരം അജ്മീർ നിന്ന് വീട്ടിലേക്ക് വന്ന് കയറിയ ഉടനെ വീട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോ അവിടെ നിന്ന് മക്കൾക്ക് കഴിക്കാൻ കൊണ്ടുവന്നത് കൊടുത്ത് മക്കളുടെ കവളത്ത് മുത്തം കൊടുത്തിട്ട് യാത്ര തിരിക്കുമ്പോ സന്തോഷത്തോടെയാണ് അവരെന്നെ പറഞ്ഞു വിട്ടത്. ആ സന്തോഷത്തിന് സംഗതമാക്കുന്നതാണ് മരണമെന്ന് പറയുന്നത്. അള്ളാഹുവേ, പ്രസംഗത്തിന് പോയി വ്യാഴാഴ്ച മടങ്ങി വരുന്ന പ്രിയപ്പെട്ട ഉപ്പായെ കാത്തിരിക്കുന്ന മക്കളുടെ മുന്നിലേക്ക് ആ മനുഷ്യനകത്തേക്ക് ചിതറിപ്പോലെ മയ്യത്ത് കൊണ്ടുവച്ചാൽ എല്ലാ സന്തോഷങ്ങളും തീരുകയാണ്. ദാറുൽ ഇഷ്ക് എന്ന് പറഞ്ഞ് നിങ്ങളെല്ലാം കത്തയച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹസമ്പുഷ്ടമായ എന്റെ ഭവനത്തിന്റെ അകത്ത് പിന്നെ എല്ലാ സന്തോഷങ്ങളും അങ്ങ് പര്യവസാനിക്കുകയാണ്. പിന്നെ കുറെ നാളത്തേക്ക് കണ്ണീരാണ്. എന്റെ ഭാര്യ പിന്നെ എഴുന്നേക്കുന്നില്ല, എന്റെ മക്കള് പിന്നെ ഭക്ഷണം കഴിക്കുന്നില്ല, പ്രായം ചെന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഒരു തുള്ളി വെള്ളം പോലും പിന്നെ കുടിക്കുന്നില്ല. മറക്കണ്ട, എന്റെ വല്ലപ്പുഴയുടെ പരിസരത്ത്, പട്ടാമ്പിയുടെ ചെറുപ്പുളശ്ശേരിയുടെ പരിസരത്ത്, ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ബീവിപ്പടി അൻവരി അറബി കോളേജിന്റെ പരിസരത്ത്, നെല്ലായാലും ആരാരമംഗലത്ത് തടിച്ചുകൂടിയ എന്റെ പ്രിയപ്പെട്ടവരെ മറക്കണ്ട. ഓരോരുത്തരും ചിന്തിക്കാനുള്ളതാണ്, പഠിക്കാനുള്ളതാണ്. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്, സർവരസങ്ങളെയും മുറിച്ചു കളയുന്ന ആ ചിന്തയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊണ്ടുവരിക. സർവരസങ്ങളെയും യഥാർത്ഥത്തിൽ ശരിയല്ലേ? അന്നത്തെ ദിവസം നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന മൃഗങ്ങൾക്ക് പോലും സന്തോഷമില്ല. എവിടേക്കാ നമ്മളെ കൊണ്ടുപോകുന്നേ? കല്യാണ വീട്ടിലേക്കല്ല, പുതിയാപ്പളയായി ഒരുക്കി കൊണ്ടുപോവല്ല, ഖബറിന്റെ ഉള്ളറയിൽ ഒറ്റയ്ക്ക് നിന്റെ പ്രവർത്തനങ്ങളെ നീ നേരിടാൻ പോവാണ്, ഇവിടെ കൊണ്ടുപോവാൻ. ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഇഷ്ടമുള്ള ഒരു കാര്യമുണ്ട്, മഹാന്മാരോടൊത്ത് യാത്ര ചെയ്യുക എന്നത്. മഹാന്മാരോടൊത്ത് യാത്ര ചെയ്യുക സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമുള്ളതാണ്. ഏറ്റവും പുറകിലൊക്കെ വന്നവർക്ക് ഈ ഫ്രണ്ടിൽ ഒഴിവായ ഭാഗത്തൊക്കെ ഉള്ള കസേരയിൽ വന്നിരിക്കണം. റോഡിൽ ദയവ് ചെയ്ത് വാലണ്ടിയേഴ്സിൽ പെട്ട കുറച്ച് ആളുകളല്ലാതെ ആരും നിൽക്കരുത്. കാരണം ഇത്രയും സൗകര്യം. അതിന് ഈ സദസ്സ് കണ്ടപ്പോൾ ഞാൻ വണ്ടിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട നെല്ലായ ഉസ്താദിന് വേണ്ടി ശരിക്കും ദുആ ചെയ്തു പോയി. കാരണം അദ്ദേഹത്തിന് ഇതിപ്പോ ചെയ്തില്ലെന്ന് പറഞ്ഞ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഉത്തരവാദിത്തം അള്ളാഹുവിലേക്ക്, എനിക്ക് അള്ളാഹു തന്ന കഴിവും. ഞാൻ പൊട്ടച്ചർ അൻവരി അറബി കോളേജിൽ പഠിക്കുന്ന സമയത്തേ ഉസ്താദ് ഇങ്ങനെ തന്നെ, അന്നേ ഇങ്ങനെ തന്നെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഉസ്താദിന് ദീർഘായുസ്സും ആരോഗ്യ ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. ഇനി ഇങ്ങനെ വളരെ കുറച്ച് ഉസ്താദുമാര് മാത്രമേ നമുക്കുള്ളൂ, വളരെ കുറച്ച് ആളുകളെ. കുവൈറ്റില് കോയക്കുട്ടി ഉസ്താദിന്റെ കൂടെ പരിപാടിക്ക് പോയപ്പോ ഒരു സംഭവം നടന്നു. ഉസ്താദിന്റെ ഡ്രസ്സ് അലക്കാൻ വേണ്ടിയിട്ടൊരു ചെറുപ്പക്കാരൻ, ഉസ്താദിന്റെ കൂടെ വന്ന ചെറുപ്പക്കാരനുണ്ട്, ഉസ്താദിന്റെ ചെറുകുട്ടിയോ മോനോ ആരോ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോ വേറൊരു യുവാവ് പറഞ്ഞു, ഉസ്താദ് എന്റെ ഒരു ആഗ്രഹമാണ്, ഞാനത് അങ്ങനെ ഉസ്താദിന്റെ കൂടെ റൂമിൽ കയറി ഉസ്താദിന്റെ ജുബ്ബയും ബനിയനും ഒക്കെ അഴിച്ചെടുത്ത് അലക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അഴുക്കുകളൊന്നും ഇല്ല എങ്കിൽ പോലും ഒരു ദിവസം ഉപയോഗിച്ചില്ലെന്ന് പറഞ്ഞ് അലക്കാൻ വേണ്ടി എടുത്ത് ആ ചെറുപ്പക്കാരുണ്ടല്ലോ, അന്ന് ഞാൻ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് എന്റെ മുമ്പ് വന്നിട്ട് പറയാണ്, ഉസ്താദേ ആ സ്റ്റേജിലിരിക്കുന്ന, അന്ന് മുനവ്വറലി തങ്ങളും കോയക്കുട്ടി ഉസ്താദൊക്കെ സ്റ്റേജിൽ നിറഞ്ഞിരിക്കാണ്, ആ സ്റ്റേജിലിരിക്കുന്ന കോയക്കുട്ടി ഉസ്താദിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. കുവൈറ്റിലേക്ക് ഇട്ടുകൊണ്ടുവന്ന ഉസ്താദിന്റെ ഡ്രസ്സ് നോക്കിയിട്ട് ആ പ്രിയപ്പെട്ട യുവ സുഹൃത്ത് പൊട്ടിക്കരയാണ്. അദ്ദേഹം പറഞ്ഞത്, നമ്മുടെയൊക്കെ നാട്ടിൽ ഒരു യതീമായ കുട്ടി, ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു യതീമായ കുട്ടി പോലും ഇത്രയും ഒരു കുറഞ്ഞ വസ്ത്രം ധരിക്കില്ല ഉസ്താദെ. വലിയ സങ്കടമായി പോയി. ഉസ്താദിന് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ? ബഹുമാനപ്പെട്ട കോയക്കുട്ടി ഉസ്താദ് ഈ സ്റ്റേജിൽ വന്നിട്ട് നിങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ പോലെ നിങ്ങൾ എന്തൊക്കെ കൊണ്ട് കൊടുക്കും? നിങ്ങളുടെ ജീവൻ നിങ്ങൾ കൊടുക്കില്ലേ? നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ആ ഗുരുവര്യന്മാർക്ക് വേണ്ടി നമ്മൾ മരിച്ചു വീടില്ലേ എന്റെ പ്രിയപ്പെട്ടവർ? പക്ഷേ ഈ പ്രായത്തിലും യുവാക്കളെ തോൽപ്പിക്കുന്ന രീതിയിൽ ഓടിച്ചാടി നടന്ന് ഈ ത്യാഗം ചെയ്യുന്നത് ഖബർ ജീവിതത്തിലുള്ള വിശ്വാസമുള്ളത് കൊണ്ടാണ്. അള്ളാഹു അവരുടെ ദുആയെങ്കിലും ഈ പാവപ്പെട്ട നമുക്ക് തെരുമാറാകട്ടെ. വേറൊന്നും ചോദിക്കാനും ഒന്നും കൊണ്ടു നടക്കാനുള്ള യോഗ്യത നമുക്കില്ല സഹോദരങ്ങൾ. അപ്പൊ ചില മഹാന്മാരോടൊത്ത് യാത്ര ചെയ്താൽ ഒരുപാട് ഗുണപാഠങ്ങൾ ഉണ്ടാകും.
സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം വലിയ അറിയപ്പെട്ട മഹത്തുക്കളുടെ ആരിഫീങ്ങളോടൊപ്പം യാത്ര ചെയ്യുക എന്നതാണ്. അങ്ങനെ ചെയ്തു നോക്കിയാൽ ഒരുപാട് ഗുണപാഠങ്ങൾ ഉണ്ടാകും. അതിനിപ്പോ എല്ലാവർക്കും രസം നമ്മെ യുവാക്കളുമായിട്ട് ഇങ്ങനെ അടിച്ചു പൊടിച്ച് നടക്കണമെന്നാണ്. അപ്പൊ ഇത്രയും ആളുകൾ ഇരിക്കുന്നു. ഒരു 10 ദിവസം ഞാൻ നിങ്ങളെ വിളിക്കുന്നു, 10 ദിവസം എന്റെ കൂടെ വരാൻ താല്പര്യമുള്ള ഒരു കൈവക്ക്. ഉസ്താദ് വിളിക്കുന്നു, 10 ദിവസം എന്റെ കൂടെ വരാൻ താല്പര്യമുള്ള ഒരു കൈവക്ക്. തങ്ങൾ വിളിക്കുന്നു, 10 ദിവസം എന്റെ കൂടെ വരാൻ താല്പര്യമുള്ള ഒരു കൈവക്ക്. ബഹുമാനപ്പെട്ട അപ്പുറത്തെ നമ്മുടെ മുദരിസ് വിളിക്കുന്നു, എന്നോടൊപ്പം 10 ദിവസം. ഹൈത്തമി ഉസ്താദ് വിളിക്കുന്നു, എന്നോടൊപ്പം 10 ദിവസം വരാനുള്ള ഒരു കൈവക്ക്. ഇങ്ങനെ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കൈവക്കുന്നത് യുവ സുഹൃത്തുക്കൾ ഏറ്റവും അധികം കൈവക്കുന്നത് എന്നോട് വരാനായിരിക്കും. കാരണം എന്താണെന്നറിയോ, ഉസ്താദിന്റെ കൂടെ പോയി എപ്പോഴും നിൽക്കുന്ന സ്ഥലത്തും ദുആയൊക്കെ ആയിട്ട് വലിയ സ്റ്റൈലൊന്നും ഉണ്ടാവില്ല. ഉസ്താദ് ഇങ്ങനെ എവിടെയെങ്കിലും വലിയൊരു സാഹചര്യം ബാക്കിയവരോട് പോയാൽ പിന്നെ അടിച്ചു പൊളിച്ചൊക്കെ പോവാം. ഇഷ്ടം പോലെ നല്ല വലിയ വിലപിടിപ്പുള്ള, കാരണം 1 മണിക്കൂറിന് 2 ലക്ഷം രൂപയല്ലേ ഫീസ്. അപ്പൊ വിലപിടിപ്പുള്ള ഹോട്ടലിലേക്ക് കയറി ഭക്ഷണമൊക്കെ ശരിക്കും കഴിക്കാം അല്ലേ? അങ്ങനെയൊക്കെയാണ് ഇപ്പോഴും. ഇതിനിടയിലും ഇത്രയും പ്രസംഗം നടത്തിയിട്ട് ഇതിനിടയിലും അതൊക്കെയാ ചിന്തിക്കാം. ഈ വല്ലപ്പോഴും പരിസരത്തൊക്കെ കുറെ ചെറുപ്പക്കാരുണ്ട്, എനിക്ക് അവരെയൊക്കെ വ്യക്തമായിട്ട് അറിയാം ആരാണ്. അതും മാത്രം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന കുറെ ആളുകളുണ്ട്, ഇതിനുവേണ്ടി മാത്രം നടക്കുന്ന കുറെ ആളുകളുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അവരൊക്കെ എന്റെ സ്നേഹിതന്മാരാണ്. അവരൊക്കെ നമ്മുടെ ഗ്യാസൊക്കെ ഇറക്കി പെണ്ണുപിള്ളക്ക് ചിലവ് കൊടുത്തിട്ട് നമുക്കെതിരെ പറയാം. അള്ളാഹു താല പുറത്തു കൊടുക്കട്ടെ. പാവങ്ങളല്ലേ, പട്ടിണി കിടക്കുന്നത് കൊണ്ട് ഗ്യാസിട്ട് ഇറക്കി ജീവിച്ചതല്ലേ, രക്ഷപ്പെടുത്തട്ടെ അള്ളാഹ്. പക്ഷെ എന്റെ പ്രിയമുള്ളവർ, ഒരു കാര്യം ഞാൻ പറയാം. അങ്ങനെ എന്നോടൊപ്പം യാത്ര ചെയ്തു വന്നാൽ നമ്മളൊക്കെ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല. വളരെ കുറഞ്ഞ കാലം മാത്രമേ ദർസിലോതിയിട്ടുള്ളൂ. നിങ്ങൾ പറയുന്ന പോലെ തന്നെയാണ്. അറിവ് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. നൗഷാദ് വാക്യവും കെവർ വാക്യവും കൊണ്ടുവന്ന് പിന്നെ കുറച്ച് ആളെ കൂട്ടാനും കുറച്ച് പൈസ പിരിക്കാനും മാത്രമാണെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ശരി. പക്ഷേ എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന ചില പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കിട്ടും, ആ ഉറപ്പെനിക്കുണ്ട്. കിട്ടിയവരാണ് ഈ കാലാവസ്ഥയിലും വന്നിരിക്കുന്നവർ, എന്തെങ്കിലും കിട്ടിയവരാണ്. അള്ളാഹു തആല നമ്മുടെ ഇൽമു കൊണ്ട് നമുക്കൊരു മാറ്റം, മനസ്സിലൊരു ആത്മീയമായ ഭയം അള്ളാഹു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നോടൊപ്പം ഒരു ചെറുപ്പക്കാരൻ യാത്ര ചെയ്തൊരു രസകരമായ സംഭവം ഞാൻ ഓർത്തു പോവാൻ. ഞാൻ പറഞ്ഞു, ഉസ്താദെ യാത്ര ചെയ്ത് വരുമ്പോ എന്തായാലും ഉച്ചഭക്ഷണം ഹോട്ടലിൽ നിന്നായിരിക്കും, 4 മണിക്ക് ചായ ഹോട്ടലിൽ, ഏതെങ്കിലും ഒരു കടയിലായിരിക്കും. അങ്ങനെ കടയിൽ കയറി ഭക്ഷണം കഴിച്ചു. അവൻ പറഞ്ഞു, ഉസ്താദെ എന്റെ ആഗ്രഹമാണ്, ഇന്നത്തെ ബില്ല് ഞാൻ കൊടുക്കും, ഉസ്താദിന് ഇഷ്ടമുള്ളത് വാങ്ങിച്ച് കഴിക്കാം. അങ്ങനെ കടയിൽ കയറി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഞാനിങ്ങനെ ചോറിന്റെ പ്ലേറ്റ് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വടിച്ച് ഇങ്ങനെ അവൻ പറയാ, ഉസ്താദിന് എത്ര ബിരിയാണി വേണം? എന്റെ കൈ കാശ് ഇഷ്ടം പോലെ, എന്തിനാണ് ഇങ്ങനെ നക്കുന്നേ? നക്കിത്തരല്ലേ? വിരലിങ്ങനെ സ്റ്റാറ്റസ് ഇല്ലല്ലോ, ബാക്കിയെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ അല്ലേ? അപ്പോ ഈ ഉറിഞ്ചലും ഈ നക്കലും ഒക്കെ സ്റ്റാറ്റസിന്റെ പേരിൽ ഇന്ന് മാറ്റിവെച്ചു. ഞാൻ അവനോട് പറഞ്ഞാ ശൈത്താൻ സുന്നത്താ, അവനാകെ അറിയാന്നുള്ള സുന്നത്ത് ഇത് മാത്രമാ, ബാക്കിയുള്ള സുന്നത്തൊന്നും അവൻ അറിയില്ല. വേറെടുത്തും ചോദിച്ചിട്ടില്ലേ ജയ്ഹിന്ദിൽ, ഉസ്താദെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചിറങ്ങി വരുമ്പോൾ ഈ ബില്ല് കൊടുക്കാൻ വെച്ചിരിക്കുന്നതിന്റെ ആ ബില്ല് ക്യാഷ്യർ ഇരിക്കുന്നതിന്റെ അവിടെ പാത്രത്തിൽ കുറച്ച് ജീരകം ഇട്ടിരിക്കും, ആ ജീരകം കഴിക്കൽ ഹറാമാണോ ഹലാലാണോ? ഭയങ്കര സൂക്ഷ്മത. ഞാൻ ചോദിച്ചു, എന്താ നിനക്കെന്താ ജോലി? ഞാനിങ്ങനെ ചെറിയ പലിശയും ബ്ലേഡ് കമ്പനിക്കായിട്ട് ഇങ്ങനെ പോവാണ്. ജനങ്ങളെ പലിശ കൂട്ടി തിന്നുന്നവനാണ് ജീരകം ഹറാമാണോ അല്ലെന്ന് ചോദിക്കുക. കണ്ടോ അവന്റെ സൂക്ഷ്മത ഒക്കെ. മൊത്തം ജനങ്ങളെ ബ്ലഡ് ഊറ്റി കുടിക്കുന്ന രാക്ഷസിന്റെ ഹോട്ടലിന്റെ മുമ്പ് ഇരിക്കുന്ന ജീരകം ഹലാലാണോ? അപ്പൊ എന്റെ സഹോദരങ്ങളെ, മഹത്തുക്കളോടൊപ്പം യാത്ര ചെയ്താൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. അവരുടെ ഗുണപാഠങ്ങൾ നമ്മുടെ ജീവിതത്തിലൂടെ ഉണ്ടാവും. മഹാന്മാരോടൊപ്പം ഒക്കെ യാത്ര ചെയ്തവർക്ക് ഒരിക്കലും മനസ്സിൽ, ഇപ്പൊ തൃപ്പരച്ചി ഉസ്താദിനോടൊപ്പം ഒക്കെ ഒരുപാട് നാള് സഹകരിച്ച് ജീവിച്ച ശിഷ്യഗണങ്ങൾ എത്രയോ ആളുകളുണ്ട്. അവർക്കൊക്കെ എന്തു മാറ്റമാണ്, ഇവിടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ്. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാൻ ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, തങ്ങളെ എനിക്ക് അങ്ങയോടൊപ്പം യാത്ര ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അലി റളിയല്ലാഹു തആല അൻഹു സമ്മതിക്കുകയാണ്. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഞാൻ അലി റളിയല്ലാഹു അൻഹുവിനോടൊപ്പം യാത്ര ചെയ്തപ്പോൾ ആ യാത്രയിൽ ഒരു അത്ഭുതം നടക്കുകയാണ്. സഹോദരിമാര് പഠിച്ചുകൊള്ളുക, സഹോദരങ്ങൾ പഠിച്ചുകൊള്ളുക. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് അലിയാര് തങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്കിന്ന് കുറെ കബറുകൾക്കിടയിലൂടെ നടന്നു പോകാം, ഒരുപാട് പേരെ കബറടക്കം നടക്കിയിരിക്കുന്ന സ്ഥലത്തൂടെ നടന്നു പോകാം. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു സമ്മതിക്കുകയാണ്. സഈദ് റളിയല്ലാഹു തആല അൻഹു ഒരുപാട് പേര് അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന കബറുകൾക്കിടയിലൂടെ നടന്നു പോകുമ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നു, സഈദ്, ഒരു
ഒരത്ഭുതം ഞാൻ കാണിച്ചു തരട്ടെ, ഒരത്ഭുതം ഞാൻ കാണിച്ചു തരട്ടെ. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്ന തങ്ങളെ എന്തത്ഭുതമാ കാണിക്കാൻ പോകുന്നത്? അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു കബറാളിയോട് സംസാരിച്ചാലോ, ഒരു കബറാളിയോട് സംസാരിച്ചാലോ, ഒരു കബറടക്കം നടത്തിയിരിക്കുന്ന ഒരു മയ്യത്തിനോടൊന്ന് സംസാരിച്ചു നോക്കിയാലോ? സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ കൈകാലുകളെ വിറയ്ക്കാൻ തുടങ്ങി. ജീവിതത്തിൽ ആദ്യമായിട്ട് അറിയാൻ പോകുന്ന അനുഭവമാ. ഇന്ന് വരെ ഒരുപാട് മയ്യത്തുകളെ കൊണ്ടുവന്ന് നടക്കിയതല്ലാതെ ഒരു കബറാളിയോടും ഒരു മയ്യത്തിനോടും ഞാൻ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ചോദിക്കുന്നതാര്? അലി റളിയല്ലാഹു തആല ആണ്. മുത്തു തങ്ങളുടെ മരുമകനാണ്. അറിവിന്റെ താടിക കുടത്തിന്റെ പ്രകാശബിന്ദുവാണ്. ഒരിക്കലും അലിയാർ റളിയല്ലാഹു തആല ആ കഴിവുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്ന തങ്ങളെ എനിക്ക് പേടിയാവുകയാണ്. അലി റളിയല്ലാഹു അൻഹു പറയുന്ന, സയ്യിദേ ഒരിക്കലും നീ ഭയപ്പെടേണ്ട സയ്യിദ്. ഖബറിനുള്ളിലെ അവസ്ഥകളെ കുറിച്ചറിയാ, ഖബറിനുള്ളിൽ അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്ന മയ്യത്തിന്റെ അവസ്ഥാവിശേഷങ്ങൾ അറിയാ. ആ മയ്യത്തിനോട് നമുക്കൊന്ന് സംസാരിച്ചാലോ സയ്യിദ്? അലി റളിയല്ലാഹു അൻഹു ഖബറിന്റെ അരികിലേക്ക് ചെല്ലുകയാണ്. അലിയാർ തങ്ങൾ ആ ഖബറാളിയോട് സലാം പറയുകയാണ്. ഒരു ഖബറിന്റെ അടുത്ത് ചെന്ന് അലിയാർ തങ്ങൾ സലാം പറയുമ്പോ ആ ഖബറിന്റെ അകത്തിരുന്ന് സലാം അടക്കുകയാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ കൈകാലുകൾ വിറച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്താ സംഭവിക്കുന്നത്? എന്താ സംഭവിക്കുന്നത്? ഖബറിന്റെ അകത്തുള്ളയാള് സലാമടക്കുകയാണ്. അല്ലാഹുവേ, ഇത് പറയുന്ന മാരാരമംഗലത്തുകാർക്ക് സംശയമുണ്ടോ? ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരായ നിങ്ങൾക്ക് സംശയമുണ്ടോ? സംശയം വേണ്ട. മഹാന്മാരെങ്ങനെയാണ്, മഹത്തുക്കൾ എങ്ങനെയാണ് മന്മറന്നു പോയവരോട് സംസാരിക്കലുണ്ട്. എനിക്കറിയാം, പൊട്ടച്ചിറന്തരിയ അറബി കോളേജിൽ ഞാൻ പഠിക്കുമ്പോ ബീവിയുമാരോട് ഉറക്കത്തിൽ സംസാരിച്ചെന്ന് പറഞ്ഞ ഒരു പ്രിയപ്പെട്ട ഗുരുനാഥനെ കുറിച്ച് എനിക്കറിയാം. അല്ലാഹ്